ഒരു ഫിലിം മേക്കർ ആവാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. എല്ലാവർക്കും മസ്റ്റായിട്ട് കണ്ടിരിക്കും. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്പിറേഷൻ ആകുമെന്ന് എനിക്കറിയില്ല. അവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതിലെ കുറേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. പടം കിടിലൻ പടമാണ്, എല്ലാവർക്കും കാണാനുള്ളതുണ്ട്. സിനിമ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് എല്ലാവർക്കും കണക്ട് ആകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ നല്ല സിനിമയാണ്. നസ്ലീനൊക്കെ അടിപൊളിയായിട്ട്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്നൊരു ചിത്രം മാത്രം മതി അഭിനവ് സുന്ദർ നായക എന്ന് പറയുന്ന ഡയറക്ടർ ആരാണെന്നും അദ്ദേഹത്തിന്റെ എഡിറ്റിംഗ് പവർ എന്തൊക്കെയാണെന്നും ഒക്കെ തിരിച്ചറിയാം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഡയറക്ടർമാരിൽ ഒരാളായി ഒറ്റ ചിത്രത്തിലൂടെ മാറിയ ഒരാളാണ് അഭിനവ് സുന്ദർ നായക്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മോളിവുഡ് ടൈംസ് വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് സിനിമ ആസ്വാദകർക്കുള്ളിലുള്ളത്. പ്രത്യേകിച്ച് നെസ്ലിനെ പോലെ ഒരു പ്രോമിസിംഗ് നായകനുമായിട്ട് കൈകോർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ചിത്രം വിജയത്തിൽ കുറഞ്ഞ് ഒന്നും നേടില്ല എന്ന ഉറപ്പിലാണ് സിനിമ ആസ്വാദകർ. എന്തായാലും നമുക്ക് ചിത്രത്തിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നല്ല പടം, നല്ല സിനിമ. നല്ല സിനിമ. ഏതാ നസ്ലിന്റെ അഭിനയം അടിപൊളിയായിരുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കർ എന്ന രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ ഈ സിനിമയാണ് ഇഷ്ടം. ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പം അഭിനയിക്കാനായിട്ടൊക്കെ കുറെ ആൾക്കാർ നടക്കല്ലേ, അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ മൂവി. ഒരു ഫിലിം മേക്കർ ആവാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. എല്ലാവർക്കും മസ്റ്റായിട്ട് കണ്ടിരിക്കണം. 100 കോടി അടിക്കുമോ? 100 കോടി അടിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. ക്യാമിയോ റോൾ ആണെങ്കിലൊക്കെ എങ്ങനെ വരുന്നല്ലോ ഉണ്ടോ? ക്യാമിയോ റോൾ അത് ക്യാരക്ടർ റോൾ പോലെ തന്നെയാണ്. ക്യാമിയോസ് അങ്ങനെ ജസ്റ്റ് പറഞ്ഞൂടാ. മടുപ്പടിക്കുന്നുണ്ടോ മൂവി? ഇല്ല, എനിക്ക് മടുപ്പടിച്ചില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പടം എനിക്ക് വർക്കായി, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ മുകുന്ദനുണ്ണി വെച്ച് നോക്കുമ്പോഴത്തേക്കും മുൻപത്തെ പടമാണോ? മുമ്പത്തെ പടം ഇല്ല, വേറെ ഡിഫറെന്റ് ജോണറാണ്. ജോണർ വേറെയല്ല. അപ്പം കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വർക്കായി എന്തായാലും പടം. അല്ല, ഇപ്പത്തെ പിള്ളേർ ഇപ്പം സിനിമയിൽ അഭിനയിക്കാണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ മൂവി. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്പിറേഷൻ ആകുമെന്ന് എനിക്കറിയില്ല. അവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതിലെ കുറെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ മടുപ്പടിപ്പിക്കുന്ന രീതിയിലൊന്നും ഇല്ല, മടുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ ക്യാമിയോ ആയിട്ട് ആരെങ്കിലും ഒക്കെ എങ്ങനെ വരുന്നുണ്ടോ? അത് സിനിമ കണ്ടാലല്ലേ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് കുറച്ച് എലമെന്റ്സ് ഒക്കെ ഉണ്ട്, അത് വർക്കായിട്ടുണ്ടല്ല. പടം എങ്ങനെയാ 100 കോടി അടിക്കുമോ? 100 കോടിയിലല്ലല്ലോ കാര്യം, ഇത് വർക്കായാൽ മതി, അത്രേ ഉള്ളൂ. കോടി കണക്കിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇതിന് വേണ്ട ഒരു റെക്കഗ്നേഷൻ കിട്ടണം, അത്രേ ഉള്ളൂ. നസ്ലിന്റെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നസ്ലിന് അടിപൊളി അഭിനയം, ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് അഭിനയിച്ചെന്ന് തോന്നി. പുള്ളി ചെയ്ത ഒരു സംഭവമൊന്നും അല്ല ഇതുവരെ. മുമ്പത്തെ ഇറങ്ങിയ പടം വരെ ആണെങ്കിലും അതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറൻ്റ് ആയിട്ട് പുള്ളിയുടെ ഒരു ഐഡന്റിറ്റി, പുള്ളിനെ തന്നെ ഒന്ന് റീഫോബിഷ് ചെയ്യുക എന്നുള്ളൊരു സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്തു. പുതിയൊരു ഇതാക്കി നല്ല വേറെ ഒരു പുള്ളി കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് അഭിനയിച്ചു പടത്തിൽ. അത്ര വീണ്ടും നസ്ലിൻ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറാണ്. പുള്ളി നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനാണ്. അത് ഈ സിനിമയിലും കാണാൻ പറ്റി. പുള്ളി ചെയ്യാത്തൊരു സംഭവം ഈ ഒരു സിനിമയിൽ കൂടെ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ശരി, ഓക്കെ. പടം കിടിലൻ പടമാണ്, എല്ലാവർക്കും കാണാനുള്ളതുണ്ട്. ഡയറക്ടറിന്റെ ഇത് വെച്ചോ, ഡയറക്ടറിന്റെ നേരത്തെ സിനിമയാണല്ലോ മുകുന്ദനുണ്ണി അസോസിയേറ്റ്, അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സിനിമ എങ്ങനെയാണ്? സിനിമയിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട്, അതായത് നമ്മൾ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും 100%. പക്ഷേ അത് ഒരു വലിയൊരു കളക്ഷനിലേക്ക് പോകുന്നുള്ള സംഭവം പറയുന്നില്ല. പക്ഷേ 100 കോടി അതിലേക്ക് എത്തും എന്നുള്ള സംഭവം ഇപ്പോഴത്തെ മഴയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അറിയാം. പക്ഷേ സിനിമ അടിപൊളിയാണ്, കിടിലൻ പടം. സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും, ജൂനിയർ ആർട്ടിസ്റ്റിനാണെങ്കിൽ പോലും പടം കണ്ടു കഴിഞ്ഞാൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നേരത്തെ ഒരു തീമിനെ കാട്ടിലുള്ള വ്യത്യസ്തമായിട്ടുള്ള തീമാണ് ഇത്. കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മൾ എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും പടം കാണുമ്പോൾ. സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് ഫിലിം ആണെങ്കിലും ചെയ്തവർക്കാണെങ്കിലും അതിനുള്ളതുണ്ട്. അല്ല, ഇനി ഇപ്പം പുതിയ ആൾക്കാരെങ്കിൽ സിനിമയ്ക്ക് അഭിനയിക്കായിട്ട് കുറെ ആൾക്കാർ നടക്കുന്നില്ലേ, അവർക്കൊരു ഇൻസ്പിറേഷൻ ആകും ഈ മൂവി. അവർക്ക് ഇൻസ്പിറേഷനുമാണ്, അവർക്കൊരു കുറച്ച് പാഠങ്ങളുമാണ് ഇത്. കാരണം ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിനുള്ളതുണ്ട്. അയാൾക്ക് വരുന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്ന പിള്ളേർ ശ്രദ്ധിക്കാനായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നെസ്ലിന്റെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നെസ്ലിനൊക്കെ വേറൊരു തലത്തിലേക്ക് മാറി. അതായത് പഴയ ആ ഒരു നമ്മുടെ തണ്ണീർമത്തം ദിനമൊന്നും അല്ല, ആള് ഒരു പ്രൊഫഷണലായി, കിടിലനായി. ഒരു ഓവറോൾ ഒരു ആവറേജ്. പുതിയ മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലെ തന്നെ ഇതൊക്കെയുണ്ട്, പക്ഷെ കണ്ടിട്ടുണ്ട്. ബട്ട് കൊള്ളാം. അല്ല, ഇപ്പത്തിനെയും പിള്ളേരെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ഇങ്ങനെ നടക്കില്ല, അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ മൂവി. കുറച്ചൊക്കെ കുറേ റിയാലിറ്റീസ് പറയാനുണ്ട്. 100 കോടി കയറുമോ? ഡൗട്ടാണ്, നോക്കാം. എല്ലാവരും എടുക്കണ പോലെ ഇരിക്കും.
ആ സിനിമ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് എല്ലാവർക്കും കണക്ട് ആവുമെന്നുള്ള കാര്യത്തിൽ ചുരുക്കം ചില ഉറപ്പില്ല. പക്ഷേ നല്ല സിനിമയാണ്. നസ്ലീനൊക്കെ അടിപൊളിയായിട്ട് അഭിനയമൊക്കെ എങ്ങനെയാണ്? നസ്ലീൻ അടിപൊളി, ഒന്നും പറയാനില്ല. നന്നായിട്ട് പിന്നെ പുള്ളി ഇപ്പോൾ ആ പയ്യനൊന്നും അല്ല, നല്ല പക്വതയുള്ള അഭിനേതാവായി. സിനിമനെ ഇഷ്ടപ്പെടുന്നവർക്കും സിനിമയോട് ഒത്തിരി അടുത്ത് നിൽക്കുന്നവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന, സിനിമയിലുള്ളവർക്ക് കൂടുതലായിട്ടും ഡയറക്ടർ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി കണക്ട് ആവുന്ന. ഇനി ഇപ്പം കുറെ ആൾക്കാർ ഇപ്പം റീൽസ് എടുക്കുന്ന ആൾക്കാരെല്ലാം ഈ ഫിലിമിലേക്ക് വരാനായിട്ട് നടക്കില്ലേ, അവർക്ക് ഇൻസ്പിറേഷൻ ആവും ഈ മൂവി. ഇൻസ്പിറേഷനും ഉണ്ട്. അതോടൊപ്പം ചുമ്മാ നമുക്ക് നമ്മൾ പുറത്ത് കാണുന്ന നല്ല സിനിമ എന്നുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സിനിമയ്ക്കുള്ളിലെ ജീവിതം കാര്യങ്ങൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത്രയൊന്നും വരുമെന്ന് തോന്നണില്ല. കാലാവസ്ഥയുടെ തന്നെയല്ല, എന്നാലും ഇതെല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് സിനിമനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം വേറൊരു തീമിലുള്ള അങ്ങനത്തെ ഒരു പടമാണ്. പക്ഷെ നല്ല സിനിമയാണ്. നല്ല സിനിമയാണ്. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അതെ, അത് ഇഷ്ടപ്പെടും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തും. സിനിമ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.